കടുത്ത ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് ബി.ജെ.പി. രംഗത്ത്. കഴിഞ്ഞ ദിവസം നടന്ന രാമജന്മഭൂമിയിലെ പതാക ഉയർത്തൽ ചടങ്ങിനെതിരെ പാകിസ്ഥാൻ അഴിച്ചുവിട്ട വർഗീയതയുടെ വാക്കുകൾക്കെതിരെയാണ് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് ബി.ജെ.പി. മറുപടി നൽകിയിരിക്കുന്നത്. ഒസാമ ബിൻ ലാദൻ ലോക സമാധാനത്തിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെയാണ് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ സംസാരിക്കുന്നതെന്ന് ബി.ജെ.പി. തുറന്നടിച്ചു. പാകിസ്ഥാൻ ആത്മപരിശോധന നടത്തുന്നത് വളരെയധികം അവിടെ നല്ലതായിരിക്കുമെന്ന ഉപദേശം കൂടിയാണ് ബി.ജെ.പി. നൽകിയിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീരാമ ക്ഷേത്രത്തിൽ പതാക ഉയർത്തിയ സംഭവം മുസ്ലിം പൈതൃകം മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് എന്നും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന സമ്മർദ്ദത്തിന്റെ പ്രതിഫലനമാണ് എന്നതായിരുന്നു പാകിസ്ഥാന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. എന്നാൽ ഇതിന് മറുപടിയായി തന്നെ ഇന്ത്യ ഇങ്ങോട്ടേക്ക് തങ്ങൾ ഒന്നും പഠിപ്പിക്കാൻ വരേണ്ട എന്നും ആദ്യം സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ നോക്കിയതിനു ശേഷം മാത്രം മതി ബാക്കി എന്നതായിരുന്നു മറുപടി. അതായത് പാകിസ്ഥാൻ ഉപദേശിക്കാൻ വരണ്ട, ഈ പ്രസ്താവന തീർത്തും അവജ്ഞയോടെ അർഹിക്കുന്ന വാക്കുകൾ കൊണ്ട് തന്നെ തള്ളിക്കളയുന്നു എന്നതായിരുന്നു അവിടെ ഇന്ത്യ പ്രതികരിച്ചത്. അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും മനുഷ്യ അവകാശങ്ങളെക്കുറിച്ചും ആരെങ്കിലും പഠിപ്പിക്കേണ്ട ഏറ്റവും ഒടുവിലത്തെ രാജ്യം പാകിസ്ഥാനാണ്. അവരുടെ ചരിത്രം നോക്കുക. ഏറ്റവും നിഷ്ഠൂരമായ ഭീകരാക്രമണം നടത്തി നിരവധി നിരപരാധികളുടെ ജീവനെടുത്ത 26/11 എന്ന ദിവസം തന്നെയാണ് അവർ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ബി.ജെ.പി. വക്താവായ ഷെഹ്സാദ് പുന്നാവാലയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും. പാകിസ്ഥാനിലെ വിവിധ സമുദായങ്ങൾ പോലും പാക് ISI ആർമി ഇൻഫ്രാസ്ട്രക്ചറിൽ പീഡിപ്പിക്കപ്പെടുന്നു. അതിനാൽ തന്നെ പ്രസംഗിക്കുന്ന അവസാനത്തെ വ്യക്തി അവർ തന്നെയായിരിക്കണം. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയയെയും ഹിന്ദുത്വത്തെയും കുറിച്ചുള്ള പാകിസ്ഥാന്റെ ആക്ഷേപം പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും പറയുന്ന കാര്യങ്ങളുമായി വിചിത്രമായ സാമ്യമുള്ളതാണ് എന്നും അദ്ദേഹം ഇവിടെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീരാമ ക്ഷേത്രത്തിൽ പതാക ഉയർത്തിയ സംഭവം മുസ്ലിം പൈതൃകം മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് എന്നതായിരുന്നു. മാത്രമല്ല, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന സമ്മർദ്ദത്തിന്റെ പ്രതിഫലനമായിരുന്നു എന്നതായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞത്. അതേസമയം നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ അടക്കം ഈ ഒരു പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരാമർശങ്ങൾ ഞങ്ങൾ കണ്ടുവെന്നും അർഹിക്കുന്ന പുച്ഛത്തോടെ ഞങ്ങൾ അവയെ തള്ളിക്കളയുന്നുവെന്നും മതഭ്രാന്ത്, അടിച്ചമർത്തൽ, ന്യൂനപക്ഷങ്ങളോടുള്ള വ്യവസ്ഥ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ മോശം പെരുമാറ്റം എന്നിവയുടെ കളങ്കപ്പെട്ട ചരിത്രമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പാകിസ്ഥാന് ധാർമ്മികമായ അവകാശമില്ല. കാപട്യം നിറഞ്ഞ പ്രക്ഷോഭങ്ങൾ അതുപോലെ അത് നടത്തുന്നതിന് പകരം തന്നെ പാകിസ്ഥാൻ സ്വയം വിലയിരുത്തുകയും അവിടെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ദയനീയമായ സ്വന്തം മനുഷ്യാവകാശ റെക്കോർഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നതായിരുന്നു വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.